ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ. പനനങ്ക് ഉപയോഗിച്ച് നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കാം. സീസണായി ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുള്ള പനനങ്ക് എടുത്തിട്ട് നമുക്ക് വളരെ ഈസിയുള്ള പനക്കോട്ട അല്ലെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളൊരു 4-5 പനനങ്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള പനനങ്ക് എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മളിന്ന് മിൽക്ക് എടുക്കുകയാണ്. 300 ml മിൽക്ക് നമ്മൾ അളന്നെടുത്തു. 300 ml മിൽക്കിൽ കൂടെ 100 ml ക്രീമും കൂടി ഞാൻ ആഡ് ചെയ്ത് തിളപ്പിക്കണം. പനക്കോട്ട വളരെ ഈസിയാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് വെച്ചാൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കാണണം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ക്രീം ചേർത്തതിന് ശേഷം 4 ടേബിൾ സ്പൂൺ, മധുരം വളരെ കുറവാണ് കേട്ടോ. നാച്ചുറലായ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ടേബിൾ സ്പൂണാണ്, ഒരു 60 ഗ്രാമത്തോളം ഷുഗർ നമ്മൾ ആഡ് ചെയ്യും. ഇനി തിളപ്പിക്കണം, ബോയിൽ ചെയ്യാൻ വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അഗർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം, ഒന്ന് കുറുക്കിയെടുക്കണം. അത് നമ്മൾ അതോടൊപ്പം തന്നെ ചെയ്യുകയാണ്. അതിന് മിൽക്ക് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോയിൽ ചെയ്ത മിൽക്കിൽ നമ്മൾ മെൽറ്റാക്കിയ അഗർ നിങ്ങൾക്ക്, ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ജലാറ്റിൻ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. മെൽറ്റായി നമ്മൾ അല്പം നമ്മുടെ പാലും ഷുഗറും കൂടിയ മിക്സറിൽ ചേർത്തു. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത പനനങ്ക് അല്ലെങ്കിൽ പാം ഫ്രൂട്ട്സ് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മളെടുത്തു. നമ്മൾ ചോപ്പറിലിട്ട് ഞാൻ എടുക്കുക ചെയ്ത കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ബൈറ്റ് കിട്ടും ചെയ്യും. അത് ഏകദേശം 100 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ 500 ഗ്രാമായിട്ടോ നമ്മുടെ നമ്മളെടുത്ത ക്വാണ്ടിറ്റി ഏകദേശം 600-700 ഗ്രാമത്തോളം എല്ലാം കൂടി വരും. നമ്മൾ ചേർത്ത അഗർ അളക്കും കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ 7 ഗ്രാം അഗറാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തിക്കാവാനും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്, ഞാനൊരു 4 മണിക്കൂറാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 4 ബൗൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 100-120 ml കൊള്ളാവുന്ന പല വലുപ്പത്തിലുള്ള ഒരേപോലെയുള്ളത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പല വലുപ്പത്തിലുള്ള ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ നിറച്ച് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. പെട്ടെന്ന് സെറ്റായി അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക് യു ടു എവരിബഡി. സജീസ് ഫ്ലേവർ ടൈൽ. എൻജോയ് ദ ലൈഫ്. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റ്